ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനൊരു വീക്കെൻഡ് വ്ളോഗുമായിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലാട്ടോ. ഇവിടെ 2 ദിവസം അടിച്ച് പൊളിക്കാൻ വന്നേക്കുക. എല്ലാവരും ഒരു ഹായ് കൊടുത്തേ. ഗേൾസ് എല്ലാവരും കൂടി ചുമ്മാ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടി വന്ന കേട്ടോ. താഴെയാണ് ഇനി മെയിൻ പരിപാടി, നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളല്ല. അപ്പം നമ്മുടെ ബോയ്സ് ആട്ടോ പാചകമൊക്കെ മിക്കപ്പോഴും ചെയ്യുന്നത്. ഗേൾസിന് ഇവിടെ വരുമ്പോൾ റെസ്റ്റ് ആണല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പോയി ടേസ്റ്റ് ചെയ്ത് നോക്കാനും കുഞ്ഞു സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും കേട്ടോ. ഈ കൈ കാണുന്നതാണ് എൻ്റെ ഭർത്താവ് കേട്ടോ. ഭർത്താവാണ് മീൻ വെട്ടുന്നത്. പക്ഷേ നമ്മുടെ താരം പോർക്കാണ് കേട്ടോ. ഈ പോർക്കും മീനും ഒക്കെ വെക്കുന്നത് നമ്മുടെ ദേവസ്യക്കുട്ടനാണ്, നമ്മുടെ മാസ്റ്റർ ഷെഫാണ് കേട്ടോ ദേവസ്യ. ഞാൻ ദേവസ്യ കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക്. മീനിലേക്കുള്ള കൂട്ടൊക്കെ റെഡിയാക്കുക കേട്ടോ. ഇതെൻ്റെ ഭർത്താവാട്ടോ. ഇത് മീനിലേക്കുള്ള കൂട്ടെല്ലാം റെഡിയാക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള കൈ ഈ വെള്ള ടീഷർട്ടുകാരനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മാസ്റ്റർ ഷെഫ്. നമ്മൾക്ക് എന്ത് രുചികരമായിട്ടുള്ള ഫുഡും ഉണ്ടാക്കി തരുന്ന നമ്മുടെ മാസ്റ്റർ ഷെഫ്. ഇത് പോർക്കാട്ടോ, നല്ല കിടിലം പോർക്കായിരുന്നു കേട്ടോ. അതിനെപ്പറ്റി ഒന്നും എനിക്ക് പറയാനില്ല. അടിപൊളി പോർക്കായിരുന്നു. ദിവസം എന്ത് വെച്ചാലും ഭയങ്കര പൊളിയാട്ടോ. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരും കൂടെ ബോക്സിങ് കാണുവാൻ കേട്ടോ. പിന്നെ അവിടെ നമ്മളെല്ലാവരും കൂടെ ഇവരെയൊക്കെ പിടിച്ച് പൊക്കി നമുക്ക് ഫുഡ് കഴിക്കാൻ, അതാണല്ലോ നമ്മുടെ മെയിൻ. നല്ല അടിപൊളി ചോറും മീൻകറിയും പോർക്കും. നമ്മുടെ ദേവസ്യയുടെ സ്പെഷ്യൽ പോർക്ക് വരട്ടിയത് അടിപൊളി. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. ഈ കാണുന്ന അച്ചുക്കുട്ടിയുടെ അപ്പാർട്ട്മെന്റിലാട്ടോ ഞങ്ങൾ ഇന്ന് പോകുന്നത്. അപ്പൊ നമ്മള് രാത്രിയില് വേറൊരു വീട്ടിൽ നമ്മൾ കിടക്കാൻ പോവാണ്. സിജിമോൾ വരുന്നില്ലേ? ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇവിടെ. വിന്റർ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ നമ്മള് നൈറ്റ് നമ്മൾ ഗേൾസ് എല്ലാം കൂടെ ചില്ല് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. നമ്മുടെ അച്ചുക്കുട്ടിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. അച്ചുവാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ രാത്രി ഇപ്പം 1 മണിയായി. അതെ, അച്ചു G2. അപ്പം ഞങ്ങൾ രാത്രി ഇപ്പോൾ 1 മണി. ഇപ്പോൾ ഈ 1 മണിയായ സമയത്ത് നോക്കും ഞങ്ങൾ ഈ 4 പെൺകുട്ടികളും കൂടെ ശരി ഒറ്റയ്ക്ക് 4 പേരും കൂടെ ഞങ്ങൾ ഈ തണുപ്പത്ത് നൈറ്റ് ചുമ്മാ ചില്ല് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് പോകുന്നത് അച്ചുവിൻ്റെ. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. നമ്മളുടെ അച്ചുക്കുട്ടിയുടെ അപ്പാർട്ട്മെന്റ്. ഞങ്ങൾ ഇന്ന് ഇവിടാണ് ഞങ്ങൾ ഈ 4 ഗേൾസും കൂടെ ചില്ല് ചെയ്യാൻ പോകുന്നത്. നൈറ്റ് നമുക്കിന്ന് ഉറക്കമില്ല അല്ലേ. അങ്ങനെ ഞങ്ങൾ വന്ന് കയറി വന്ന അച്ഛൻ ഞങ്ങൾക്ക് അടിപൊളി കോഫി ഇട്ട് തന്നു കേട്ടോ. ഗൈസ്, നമ്മൾ പരദൂഷണം പറയല്ലേ. ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിരുന്നു, സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ഹലോ ഗൈസ്, അപ്പൊ ഇപ്പൊ സമയം കണ്ടോ, 3:30 ഇതുവരെ നമ്മൾ ആരും ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഇപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, നാളെ കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ നമ്മളിപ്പം എണീറ്റതേ ഉള്ളൂ. ഇപ്പം സമയം ഇപ്പൊ ഒരു 11 മണി. ഇന്നലെ 3:30 കിടന്നിട്ട് പിന്നെ ഞങ്ങൾ കാര്യം പറഞ്ഞു കിടന്നു. ഇന്നലെ നമ്മൾ എത്ര മണിക്കാണ് കിടന്നത്? 5 മണിയായി നമ്മൾ കിടന്നപ്പോഴത്തേക്ക്. രാവിലെ ഞങ്ങള് കണ്ടോ ഞങ്ങള് എല്ലാരും കൂടി ചായയൊക്കെ ഇടുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കുകയാണ് ഇവിടെ ബാക്കിയുള്ള 3 പെൺമണികൾ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാനവരിപ്പോൾ ഹെൽപ്പ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കാണാം. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. എന്തൊക്കെയാ ഫുഡാന്ന് നമുക്ക് നോക്കാം. സിജിമോള് ചുട്ട ചൂട് ദോശ, ചൂട് നമ്മുടെ എലിസബത്ത് ചേച്ചിയുടെ ചമ്മന്തി, അച്ചുക്കുട്ടന്റെ കോഫി അല്ലെ, ഇത് ഇയാള് നോക്കി വെച്ചിരുന്ന ഇതാണ് കാപ്പി ഇട്ടുന്ന അച്ചു. ഇത് നമ്മുടെ സിജിമോളും, ഇത് ഞാൻ. ഇതാട്ടോ ഇവളുടെ റൂമിന്റെ ഇവിടുന്ന് ബാൽക്കണിന്ന് നോക്കുന്ന വ്യൂ. നല്ല രസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പൊ നമ്മള് അച്ചുവിന്റെ അടുത്തുനിന്ന് വിട പറയുകയാണ്. അച്ചുവിന് ഡ്യൂട്ടി ഉണ്ട് ഗൈസ്. അപ്പൊ ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പൊ നമ്മള് താഴെ പാർക്കിങ്ങിന് അങ്ങോട്ട് പോവാട്ടോ. ബൈ ബൈയുടെ മോനുസേ. ബൈ. ഇവിടെ നമ്മള് എന്തെങ്കിലും കൊണ്ടുവന്നായിരുന്നോ? അപ്പാർട്ട്മെന്റില് നമ്മൾ വെളിയിറങ്ങുമ്പോൾ സൗണ്ട് നെയ്ബേഴ്സിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അത് ഞാൻ പതുക്കെ സംസാരിക്കാം.
അവിടെ താഴെ നമ്മൾ ഈ കാരണത്താണ് ഗൈസ് പോകുന്നത്. ഫ്രണ്ടില് ഉണ്ടിയുണ്ട്. ഹലോ ഗൈസ്, നമ്മൾ ഉണ്ണിയാണ് നമ്മളെ പിക്ക് ചെയ്താൽ വന്നേക്കുന്നത്. ഉണ്ണിയും ടോടിച്ചൻ. അച്ചുവിന് ഇന്ന് ഡ്യൂട്ടി ഉണ്ട് ഗൈസ്, അതുകൊണ്ട് അവൾ ആകെ വിഷമത്തിലാണ്. ഒട്ടും താല്പര്യമില്ലായിരുന്നു പോവാൻ. അങ്ങനെ അച്ചുവിനെയൊക്കെ ടാറ്റ കൊടുത്ത് വിട്ടു. ഇനി അവളെ വൈകിട്ട് കാണാം. അവൾക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരെ നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ ഉള്ള സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. അപ്പം ഇന്നലെ അവർ ബോയ്സ് എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചെന്നാണ് പറഞ്ഞത്. ഇനി എന്താണെന്ന് അവിടെ ചെല്ലുമ്പോൾ അറിയാം. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. തണുക്കുന്നു പെട്ടെന്ന് കയറിപ്പിക്കും. അയ്യോ, തുറക്കൂ. ഇന്നലെ ബോയ്സ് എല്ലാരും കൂടെ അടിച്ചു പൊളിക്കുമായിരുന്നു. നമ്മളിവിടെ ഗേൾസിനെ നമ്മൾ അവിടെ ആക്കിയതിന് ശേഷം ഇവരെല്ലാരും കൂടെ അടിച്ചു പൊളിച്ചു കാണും. ഹായ് ഗൈസ്, ഹായ്. ഇന്നലെ അടിച്ചു പൊളിച്ചാ? പക്ഷെ ഞങ്ങൾ ഇന്നലെ കിടന്നത് എത്ര മണിക്കാന്ന് ചോദിക്കാം? 6 മണിക്ക്. ഞങ്ങൾ രാത്രി എന്തുവായിരുന്നു പറ? ഞങ്ങൾ ബോയ്സ് എല്ലാം കൂടെ അടിച്ചു പൊളിച്ചു. ഞാൻ പിന്നെ എന്റെ പൊന്നാങ്ങളെ രാവിലെ തന്നെ നമ്മൾ ചീട്ടുകളി ആരംഭിക്കാൻ പോവാണ്. നല്ലൊരു പരിപാടിയാണ്. വീക്കെൻഡിൽ രാവിലെ ചീട്ടുകളി. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോഴും ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ തന്നെയാണ്. നമ്മൾ ചീട്ടുകളിയൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കുറേ നേരം നീണ്ടിങ്ങനെ പോയി. പിന്നെ നമ്മൾ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു. ഒരു ഈവനിങ് ആയപ്പോൾ ചായയൊക്കെ ഇട്ട് കുടിച്ചു. അപ്പോൾ കുറച്ചും കൂടി ഇന്നലത്തെക്കാട്ട് കുറച്ചും കൂടെ ആൾക്കാർ ഇപ്പോൾ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇന്നും ഇവിടെ തന്നെയാണ് സ്റ്റേ, ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ തന്നെയാണ് സ്റ്റേ. ഇനി നാളെ പോകത്തുള്ളൂ. അതായത് ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. നാളെ സൺഡേ നമ്മൾ ഇനി തിരിച്ച് നമ്മളുടെ വീട്ടിലേക്ക് പോകത്തുള്ളൂ. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യണം. പിന്നെ എന്താണ് ബീഫൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് വരണം. അപ്പോൾ ഇന്ന് ബീഫ് കറിയാണ് കേട്ടോ ഇന്ന് നൈറ്റ്. ഇന്നലെ ഫിഷായിരുന്നു നമുക്ക് നൈറ്റ്. ഇന്ന് ഫിഷും ഉണ്ട്, പക്ഷെ ബീഫാണ് ഇന്നത്തെ മെയിൻ താരം. അപ്പം നമുക്ക് താഴെ അവരെന്തൊക്കെയാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ താഴെയാണ്, ഞാൻ മുകളിലത്തെ റൂമിലാണ്. അപ്പം താഴെ കിച്ചണിലാണ് ഫ്രണ്ട്സ് എല്ലാം. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇന്ന് എല്ലാവരും കൂടെ ഇവിടെ സ്റ്റേ ആണ്. ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചേക്കാണ് ഈ സാറ്റർഡേ നൈറ്റ്. ഫിഷ് അരിഞ്ഞതും എൻ്റെ ഭർത്താവ്, ഇന്ന് ബീഫ് അരിയുന്നതും എൻ്റെ ഭർത്താവ്. അപ്പൊ കാനഡയിൽ ഇനി ഫിഷും ബീഫും അരിയണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഇതാണ് ഉണ്ടാക്കുന്നത്. ഇത് ഷെഫ് അരിയുന്നത്. ഓരോരുത്തരും പറഞ്ഞു വരട്ടെ. ഇതിപ്പോ അരിയുന്ന സെക്ഷൻ അല്ലേ. ഇനി കുക്കിംഗ് സെക്ഷൻ വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഷെഫ് പിള്ളേരുടെ അടുത്തോട്ട് വരുന്നതായിരിക്കും. ഇതാണ് ഞങ്ങളുടെ എപ്പോഴത്തെ ഞങ്ങൾക്ക് രുചികരമായ ഭക്ഷണം ഇവിടെ വരുമ്പോൾ വെച്ച് തരുന്ന അമൽ. നോക്കി വെച്ചോ, കല്യാണം അങ്ങനെയുള്ളതിനെല്ലാം വിളിക്കും. കല്യാണം, നൂലുകെട്ട്, ചരടുകെട്ട് എന്നിവ കാര്യങ്ങൾക്ക് വിളിച്ചാൽ മതി. കോണ്ടാക്ട് ചെയ്യാം. ഞാൻ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഷെഫിന്റെ റെസിപ്പിയാണ്. ആദ്യം തന്നെ മുളക് പൊടി, ചില്ലി പൗഡർ, കാശ്മീരി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾത്തൂൾ, ഗരം മസാല, പെപ്പർ. ഇത് എരിവ് കുറഞ്ഞ പെപ്പറാണ്. എല്ലാം എരിവ് കുറഞ്ഞാണല്ലോ. ലാസ്റ്റ് എങ്ങനെ നല്ല എരിവ് വരുന്നത്? കുറച്ച് വിനാഗിരി അല്ലേ. ഇതിപ്പോ യൂസ് ചെയ്യുന്നത് അവോക്കാഡോ ഓയിൽ അല്ലേ? ഓക്കെ, അവോക്കാഡോ ഓയിൽ. ഇനി ഇത് നന്നായി കുഴക്കണം. അപ്പൊ ജിഞ്ചർ ഗാർലിക് ഇടുന്നില്ലേ?
ജിഞ്ചർ ഗാർലിക് ആവാനായിട്ട് കുറച്ച് നേരം എടുക്കും. അപ്പോഴത്തേക്ക് മാരിനേഷൻ ചെയ്ത് വെക്കാം. അതവിടെ നടക്കട്ടെ ഗൈസ്. അപ്പം നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. കുറച്ച് ഡെക്കോർ ചെയ്യുന്നിടത്തോട്ട് പോവാം. ഇവിടെ ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഒരുക്കാം കേട്ടോ. രണ്ടോ അപ്പം ഞങ്ങളുടെ ക്രിസ്മസ് ട്രീയുടെ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. അത് എനിക്കൊന്നും അതിലും ബെറ്റർ ഇവിടെ വെക്കുന്നതല്ലേ. അവിടെ എന്തോന്ന് വെച്ചാൽ ബെറ്റർ. സൂപ്പർ ഐഡിയ. പക്ഷെ ഡബിൾ സൈഡ് ടേപ്പ് അത് വേണ്ടി കിട്ടിയ ചേച്ചി. പ്രായമായ ചേച്ചി അവിടെ ഇരുത്തി നമ്മൾ പണിയെടുപ്പിക്കും. നമ്മളുടെ ബീഫ് എവിടം വരെ എത്തി? ഇപ്പം ഒരു വശത്ത് നമ്മുടെ ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ ക്രിസ്മസ് ട്രീ എല്ലാം കഴിഞ്ഞു. കണ്ടോ, ക്രിസ്മസ് ട്രീ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഫൈനലി നമ്മളുടെ ബീഫ് റെഡി ടു സെർവ് അല്ലേ. നല്ല ചൂടോടുള്ള ബീഫും പൊറോട്ടയും. എൻ്റെ മോനെ പൊള്ളി ബീഫ്, ഒന്നും പറയാനില്ല. പൊള്ളി ബീഫ് അല്ലേ ദേവസ്യക്കുട്ട, അടിപൊളി ബീഫ്, അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മുടെ അടുത്ത സെക്ഷൻ ബീഫ് നമ്മൾ അടുപ്പത്ത് കയറ്റാൻ പോവാ അല്ലേ. അടിപൊളി ബീഫ്, അടിപൊളി അല്ലേ, അടിപൊളി ബീഫും പൊറോട്ടയും. ഇവിടെ ഡാൻസ് കളിക്കാൻ വരൂ. ഫുൾ മൂഡ് ഓൺ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളും കൂടി ബാച്ചിലർ ലൈഫിൽ നിന്ന് ടാറ്റ പറയാണ് കേട്ടോ. ബാച്ചിലർ ലൈഫ് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിക്കുക കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഇന്നിപ്പം സൺഡേ ആയി. ഇപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ, ഇന്നലെ നൈറ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കിടക്കുന്നൊന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾ ഇന്നലെ ഡാൻസൊക്കെ കളിച്ച് ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി. എപ്പോഴാണ് ഉറങ്ങിയെന്ന് പോലും അറിയത്തില്ല. ഇന്നലെ അങ്ങനെയും ഉറങ്ങിപ്പോയി. പിന്നെ രാവിലെ എണീറ്റു, ഫ്രഷൊക്കെ ആയി, ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങാൻ പോവാം. അപ്പം ഇനി നമുക്ക് ഇറങ്ങുമ്പോൾ കാണാം. ഓക്കെ കഴിച്ച് ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ഇവർ ഞങ്ങളെ വിട്ടില്ല ചായ കുടിക്കാതെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ആ നിമിഷം എത്തിയിരിക്കുന്നു. അപ്പം ബൈ ബൈ സിജിമോൾ. അന്നും കുഴപ്പമില്ല. ബൈ പൊന്നാങ്ങളാ, ബൈ 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 സിജിമോൾ. അപ്പം ഞങ്ങൾ തിരിച്ചിനി ഞങ്ങൾ വീട്ടിലോട്ട് ബാക്ക് ടു ഹോം. ഈ സാധനം കൂടെ വെച്ചോ. തണുത്തിട്ട് വയ്യ, ഭയങ്കര തണുപ്പ്. ഒരുമാതിരി 2 മണിയുടെ ക്ലൈമറ്റ് നോക്ക്. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ വീട്ടിൽ എത്തി കേട്ടോ. അപ്പം വീട്ടിലെത്തി. അയ്യോ 2 ദിവസത്തെ എൻ്റെ തകർപ്പിൻ്റെ ഒരിതെനിക്കുണ്ട്. എൻ്റെ തൊണ്ട പോയി വന്നും നിൽക്കുകയാണ്. ഒന്ന് എക്സ്ക്യൂസ് ചെയ്യട്ടെ ഇത്. അപ്പോൾ എന്താ, 2 ദിവസത്തെ അടിച്ചുപൊളി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ആകെ ഒരു ശോകം മൂഡ് കേട്ടോ. അപ്പം ഇനി അടുത്ത് എന്നാണെന്നുള്ള കാത്തിരിപ്പാണ്. ഇനിയിപ്പോൾ അടിച്ചുപൊളി എന്നാണെന്ന്. ഇപ്പം ഞങ്ങൾ ഡിസംബറിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാവരും കൂടെ ഒന്നും കൂടി കൂടാൻ.
പിന്നെന്താ, ഇനി ഫ്രഷായി ഞാൻ ഇവിടെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അതൊന്നും എടുത്തില്ല, വീഡിയോ ലോങ് ആയി പോകുമെന്ന് പേടിച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ എൻ്റെ വീഡിയോ കണ്ട്, അതുകൊണ്ടിട്ട് ഞാൻ എടുത്തില്ല കേട്ടോ അതൊന്നും. പിന്നെ എന്താണ്, ഞാനിപ്പം വീട്ടിൽ വന്നു ഫ്രഷായി, ഇനിയിപ്പം കിടക്കാൻ പോവാം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പം ലവ് യു ആൾ.